കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിലെ മതബോധന ക്ലാസുകളിലാണ് സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളിലും യുവതിയുവാക്കളിലും ലവ് ജിഹാദിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സിനിമ പ്രദർശിപ്പിച്ചത്. സുബിൻ കെ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. സുബിൻ, സത്യം വിളിച്ചു പറയുന്ന കേരള സ്റ്റോറി കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതി വെള്ളിയാഴ്ച ദൂരദർശനിൽ പ്രദർശിപ്പിക്കാൻ പോയപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കം ദൂരദർശൻ കേന്ദ്രങ്ങളിൽ മാർച്ച് വരെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സിനിമ പ്രദർശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് CPM നേതാക്കൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു. ഈ അവസ്ഥയിൽ ദൂരദർശൻ അത് ഒന്നും തന്നെ കേൾക്കാതെ ആ സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി. ജനങ്ങൾ ആ സത്യമൊക്കെ തന്നെ കണ്ടു. ഇപ്പോൾ ഇടുക്കി രൂപതയും അവരുടെ ദേവാലയങ്ങളിലെ മതബോധന ക്ലാസുകൾ ഇത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിൽ കുട്ടികൾക്കായി കൗമാരക്കാർക്കായി പ്രത്യേക ക്ലാസുകൾ ഈ അവധിക്കാലത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സിനിമ നിലവിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് 10, +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിലാണ് ഈ സിനിമയുടെ ഒരു പ്രദർശനം നടത്തിയത്. പ്രധാനമായും ഇടുക്കി രൂപത ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഒരു അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്രധാനമായും ഈ സിനിമയുടെ ഒരു പ്രമേയം, അതായത് ഇസ്ലാമിക തീവ്രവാദം ചർച്ച ചെയ്യുന്ന ഒരു പ്രമേയമാണ്. ഏത് തരത്തിലാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇതിലേക്ക് ആളുകളെ, ഈ ഒരു തീവ്രവാദത്തിലേക്ക് ആളുകളെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഏത് തരത്തിൽ ഇവരുടെ ആ ഒരു യൂണിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ സിനിമ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ കൗമാരക്കാരായ കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലേക്ക് കുട്ടികൾ എത്താതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ പ്രദർശിപ്പിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഇടുക്കി രൂപത നൽകുന്നത്. പ്രധാനമായും ഇടുക്കി രൂപത ഈ സിനിമയിലൂടെ, അല്ലെങ്കിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചതിലൂടെ അവർ പറയുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടാണ്. ഈ ലവ് ജിഹാദ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇടുക്കി രൂപത പറയുന്നത്. ഇപ്പോഴും കുട്ടികളെ ഇത്തരത്തിൽ ഈ പ്രണയത്തിൽ കുടുക്കി കുട്ടികളെ ഇപ്പോഴും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇടുക്കി രൂപതയുടെ ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം. കൂടാതെ ഈ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ഈ പ്രണയത്തിലൂടെയാണ് കുട്ടികളെ കൂടുതലായും ഈ തീവ്രവാദികൾ, അല്ലെങ്കിൽ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. അതിൽ കുട്ടികളെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഇടുക്കി രൂപത പറയുന്നത്. അതിലൊരു ബോധവൽക്കരണം ആവശ്യമാണ്. കൂടുതൽ അതിനുള്ള ഉദാഹരണങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെയുണ്ട്. ക്രൈസ്തവരായിട്ടുള്ള, അല്ലെങ്കിൽ മതസ്ഥരായിട്ടുള്ള, ഹൈന്ദവരായിട്ടുള്ള നിരവധി യുവതി യുവാക്കൾ ഇതിന്റെ കെണിയിൽ പെട്ടുപോയതിന്റെ കഥകളെല്ലാം തന്നെ കേട്ടുള്ളതാണ്. പിന്നീട് ഇടുക്കി രൂപത പറയുന്നത് തന്നെയാണ് സുബിൻ, ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ തന്നെയാണ് ഈ ലവ് ജിഹാദിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെ സഭകളിലുള്ളവർ ഇത്തരത്തിൽ ആകർഷിതരായി യുവതികൾ അല്ലെങ്കിൽ യുവാക്കൾ അങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള കാര്യമടക്കം ആദ്യം പറഞ്ഞതും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തിയത്. ആ ഒരു സത്യം വിളിച്ചു പറയുന്ന സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഇടുക്കി രൂപതയുടെ കീഴിൽ വരുന്ന ദേവാലയങ്ങളിൽ ഇത് ഒക്കെ തന്നെ ഈ സിനിമ പ്രദർശിപ്പിച്ചതും ബോധവൽക്കരണം നടത്തിയതും. അങ്ങനെ തന്നെയാണ്. പ്രധാനമായും ഈ സിനിമയെ ചർച്ച ചെയ്യുന്ന ഒരു ഇതിവൃത്തം, അത് തന്നെ ആ ഒരു ഇതിവൃത്തത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ സിനിമ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇടുക്കി രൂപത ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത്. പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് ഈ ദൂരദർശൻ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദം ഉടലെടുക്കുകയും ദൂരദർശനെതിരെ അടക്കം CPM-ഉം അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഇടുക്കി രൂപത പറയുന്നത് ഈ കേരള സ്റ്റോറി ഒരു ബാൻ ചെയ്ത ആ സിനിമയല്ല, സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്നാണ് ഈ ഒരു കാര്യത്തിൽ ഇടുക്കി രൂപത ഒരു വിശദീകരണം, അല്ലെങ്കിൽ ഒരു മറുപടി നൽകിയത്. എന്തുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് ഈ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ സർക്കാർ അവകാശപ്പെടുന്നു എന്നുള്ളൊരു ചോദ്യം അവർ മുമ്പോട്ട് വയ്ക്കുന്നു. പ്രധാനമായും ഒരു ബാൻ ചെയ്ത സിനിമയല്ല, OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ഈ ഒരു ആളുകളിലേക്ക് ഈ സിനിമ എത്തുന്നു എന്നിരിക്കെ ഏത് തരത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നതിൽ ഔചിത്യം എന്ത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇതിലേതെങ്കിലും തരത്തിൽ അത് ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ സിനിമ ബാൻ ചെയ്ത് മാറ്റേണ്ടതാണ്. അത്തരത്തിൽ ബാൻ ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമയിൽ പറയുന്ന ഇതിവൃത്തം അല്ലെങ്കിൽ പ്രമേയം അത് ഉള്ളത് എന്നുള്ളത് സാധൂകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോഴും ആളുകളിലേക്ക് എത്തുന്നത് പ്രദർശിപ്പിക്കരുത് എന്ന് പറയുന്നതിലെ ഔചിത്യം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇടുക്കി രൂപത ഈ ഒരു കാര്യത്തിൽ. ലവ് ജിഹാദിന്റെ ആ കെണിയിൽ ഇനിയെങ്കിലും വരുന്ന തലമുറയെങ്കിലും വീഴാൻ പാടില്ല എന്ന ഉദ്ദേശം കൂടെ തന്നെയാണ് ഇടുക്കി രൂപത ഈ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കി രൂപതയിലെ ദേവാലയങ്ങളിലെ മതബോധന ക്ലാസുകളിലാണ്
സിനിമ പ്രദർശിപ്പിച്ചത്. കുട്ടികളിലും യുവതി യുവാക്കളിലും ലവ് ജിഹാദിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സിനിമ പ്രദർശിപ്പിച്ചത്. സുബിനാണ് വിവരങ്ങൾ നൽകിയത്.